തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി പി.വി. അൻവറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മാറിയത് ദേശീയ രാഷ്ട്രീയത്തിൽ ഉറച്ച മതേതര നിലപാടുള്ള ഒരു പ്രസ്ഥാനമാണ് ശ്രീ മമതാ ബാനർജി എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ്. കേരളത്തിൽ അദ്ദേഹം കുറേ കാലങ്ങളായി ഉന്നയിക്കുന്ന മലയോര മേഖലയിലെ ആളുകളുടെ പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് അവിടെ കുടിയേറിയ കൃഷിക്കാരുടെ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, റബ്ബർ കർഷകരായാലും നാളികേര കർഷകരായാലും കവുങ്ങ് കർഷകരായാലും ഇഞ്ചി കർഷകരായാലും കപ്പ കർഷകരായാലും ഇവരെല്ലാം നിരന്തരമായി അനുഭവിക്കുന്ന വന്യമൃഗങ്ങളുടെ ശല്യം, അല്ലല്ല അതിലേക്ക് പറഞ്ഞു വരുന്ന ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി അദ്ദേഹം ഉൾപ്പെട്ട LDF മുന്നണിയിൽ നിരന്തരമായി പല ഘട്ടങ്ങളിലായി അദ്ദേഹം ഈ സമരത്തിനും ഈ ഒരു പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചിട്ട് മുന്നണിയുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കാതെ വന്നപ്പോഴാണ് അദ്ദേഹം ഇത് പൊതുസമൂഹത്തിലെ മുമ്പിൽ അവതരിപ്പിക്കുകയും ആ പൊതുസമൂഹം നൽകിയ പിന്തുണക്ക് ഒരു രാഷ്ട്രീയ പിൻബലം ആവശ്യമാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം DMK-യെ സമീപിച്ചത്. സ്വാഭാവികമായി നമ്മൾ ചർച്ച ചെയ്തു പോയതാണ്. DMK-യുടെ കാര്യത്തിൽ കേരള മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കൊണ്ട് അത് ബാനായി. പിന്നീട് അദ്ദേഹം ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ നിലപാടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിലാണ് മമതാ ബാനർജിയുമായി കൂട്ടുകെട്ടുണ്ടാക്കുകയും മമതാ ബാനർജിയെ കൽക്കട്ടയിൽ പോയി കാണുകയും അവരാവശ്യപ്പെട്ടത് പ്രകാരം ഒരു അധികാര രാഷ്ട്രീയത്തിൻ്റെ പുറകെയാണ് പി.വി. അൻവർ പോയതെങ്കിൽ 1.5 വർഷക്കാലം അദ്ദേഹത്തിന് MLA എന്ന രീതിയിൽ തുടരാമായിരുന്നു. പക്ഷേ അദ്ദേഹം ഏതൊരു സമൂഹത്തെയാണോ പ്രതിദാനം ചെയ്യുന്ന അവരുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ വിലപ്പെട്ട ഒരു MLA സ്ഥാനം വേണ്ട എന്ന് വച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഇറങ്ങിത്തിരിച്ചത്. അദ്ദേഹം ഇന്ന് വളരെ അർത്ഥശങ്കയില്ലാത്ത വിധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നില്ല. കാരണം ഒരു അധികാര രാഷ്ട്രീയമല്ല ഇവിടെ പ്രശ്നം. അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്ന ഒരു സമൂഹം ഇന്ന് അനുഭവിക്കുന്ന പ്രയാസത്തിൽ അവരില്ലായ്മയായിട്ട് ആളുകൾ കാണാം. ഇപ്പോ രാജിവെക്കാൻ LDF-ന്റെ പിന്തുണയോടുകൂടി ജയിച്ച ശേഷം വരുമോ എന്ന ഭയമാകാം. പക്ഷേ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ നിലമ്പൂർ മണ്ഡലത്തിലാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ ആ വോട്ടിന്റെ വർധനവ് നമ്മൾ കണ്ടതല്ലേ. അത് അദ്ദേഹത്തിന്റെ സ്വാധീന മേഖലയല്ല. അദ്ദേഹത്തിന് നിലമ്പൂർ മണ്ഡലത്തിൽ ഈ ബൈ ഇലക്ഷന് മത്സരിച്ചാൽ അവിടെ ഒരു ആശങ്കക്കും അടിസ്ഥാനമില്ല. അദ്ദേഹം ഒരു ജയിച്ചതുപോലെ PC ജോർജ് പൂഞ്ഞാറിൽ ജയിച്ചതുപോലെ ഈ ഉപതെരഞ്ഞെടുപ്പ് ആകുമ്പോൾ വലിയ ഗ്ലാമർ ആണല്ലോ ഉപതെരഞ്ഞെടുപ്പിന്. ആ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ പി.വി. അൻവർ ജയിക്കുകയായിരുന്നുവെങ്കിൽ അദ്ദേഹം കുറച്ചുകൂടി ഒരു നല്ല നിലയിൽ എത്തില്ലായിരുന്നോ? വിലപേശൽ ശക്തി കൂടിയനെ. ഇതിപ്പോ ഞാൻ മത്സരിക്കുന്നില്ല, വേണേ മത്സരിക്കുന്ന ആളുകളെ ജയിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ഗ്രാസ് റൂട്ടിലുള്ള ജനകീയ പിന്തുണ അദ്ദേഹത്തിന് ഇന്നുമുണ്ട്. അത് നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമല്ല, ഈ സംസ്ഥാനത്തെ 140 അസംബ്ലി മണ്ഡലത്തിലും അദ്ദേഹത്തിന്റെ നല്ലൊരു പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അത് ഈ 2 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് നിരന്തരമായി ആളുകൾ ബന്ധപ്പെടുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ മുൻ MLA-മാർ, നിലവിലുള്ള MLA-മാരിൽ അദ്ദേഹം അതാണ് നേരത്തെ ചർച്ചയിൽ സൂചിപ്പിച്ചത്. ചിലപ്പോൾ നിലമ്പൂർ ഇലക്ഷന് അതോടൊപ്പം തന്നെ വേറൊരു മണ്ഡലത്തിലും ബൈ ഇലക്ഷൻ വന്നുകൂടായികയില്ല. കാരണം അദ്ദേഹത്തെ സമീപിക്കുന്ന ജനപ്രതിനിധികൾ അത്രമാത്രം വലുതാണ്. അത് അദ്ദേഹത്തിന്റെ ജനസ്വീകാര്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജനസ്വീകാര്യതയ്ക്ക് യാതൊരു ഒരു കോട്ടവും കുറവില്ല എന്നുള്ളതാണ്.